ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ഈവനിങ് റുട്ടീനാണ് എടുക്കാൻ പോകുന്നത്. എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് യൂട്യൂബ് ചാനലിൽ. അപ്പോൾ എന്താവും എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, എന്നാലും ഇത് ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എന്തുവായാലും ഞാൻ പറഞ്ഞ് മടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗായ്സ്, ഈവനിങ് വ്ലോഗ് തുടങ്ങാൻ വേണ്ടി ഇതാക്കിയപ്പോഴത്തേക്ക് അമ്മ തന്നെ ഇത് കൊണ്ടുതന്നിട്ട് പറഞ്ഞു വെള്ളം കൂടി മോളേന്ന്. പക്ഷേ ഗായ്സ്, ഇത് നല്ലൊരു യൂസ്ഫുൾ ബോട്ടിലാണ്. ഞാൻ കാര്യമായിട്ട് പറയുവാണ്. നിങ്ങൾക്ക് ഇത് ബാക്ക് ക്യാമറ ഇട്ട് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഗായ്സ്, നല്ലൊരു യൂസ്ഫുൾ ബോട്ടിലാണ്. കണ്ട ടൈം വരെ തന്നിട്ടുണ്ട്. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്, സോ ഞാൻ അത്ര എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെല്ലാവർക്കും അറിയാവുന്ന ബോട്ടിലാണ്. ഇതിപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ കാണിച്ചത്, കാരണം സമ്മർ ആയതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കാൻ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ബോട്ടിലാണ്. ഇപ്പം ഞാൻ കാണിച്ചിട്ട് ടൈമൊക്കെ തന്നിട്ടുണ്ട്. ആ ടൈമിൽ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴായാലും നമ്മൾ എത്ര ml കുടിച്ചു, നമ്മുടെ ബോഡിയിൽ എത്ര വാട്ടറിൻ്റെ എമൗണ്ട് ചെന്നു എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഇത് നമുക്ക് നോക്കാം. ഇത് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ എന്തായാലും ഈ ബോട്ടിലിനെ കുറിച്ച് അത്ര എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ലാത്തവർ എത്രയും പെട്ടെന്ന് മേടിക്കണം, കാരണം ഈ സമ്മറിലൊക്കെ നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഞാൻ വെള്ളം കുടിക്കണേ. ഞാനും കൂടെ വെള്ളം കുടിക്കട്ടെ, അല്ലെ പിന്നെ എനിക്ക് പിന്നെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ് വെള്ളത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ എന്തായാലും നമുക്ക് അപ്പോൾ ഞാൻ ഈ ബോട്ടിലിനെ പറ്റി കാണിച്ചു വല്ലതെല്ലാം അറിയാമെന്നാണ്, പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാനില്ല. അപ്പോൾ നമുക്കിനി വെളിയിലേക്ക് പോകാൻ. ഞാൻ ഇത്രയും ഈ റൂമിൽ ഇരിക്കുകയായിരുന്നു, അപ്പോഴാണ് എൻ്റെ തലയിൽ ഈ ബുദ്ധി ഉദിച്ചത്. അപ്പോൾ നമുക്ക് വെളിയിലോട്ടിറങ്ങാം. മുറിയിൽ നിന്ന് വെളി ഇറങ്ങിയപ്പോൾ രണ്ട് CBI സിനിമ നടക്കുന്നു. പിന്നെ ചേര വിട്ടിരുന്നു ഗൈസ്. ഗായ്സ്, സിനിമയെ കണ്ടുകൊണ്ട് നല്ല ഉറക്കം ഉറങ്ങി. ഇപ്പോഴും സിനിമ കഴിഞ്ഞിട്ടില്ല. ഉറക്കം കഴിഞ്ഞപ്പോഴത്തേക്ക് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. ചായയുടെ കൂടെയും കടി എന്താണെന്ന് വെച്ചാൽ ഇവിടെ വറുത്ത ചിപ്സ്, ബെസ്റ്റ് കോമ്പിനേഷൻ. 260 ലിറ്റർ റെക്കോർഡ് വിലയിൽ നിന്ന് കൂപ്പ് കുത്തി തേങ്ങാവില്ല. വെളിച്ചെണ്ണ വില ലിറ്ററിന് ഗുഡ് അറ്റ്മോസ്ഫിയർ കേട്ടോ, സൂപ്പർ. ഇന്നൊക്കെ ചായ വെച്ചിരിക്കണം, എന്താ സുഖം. അപ്പം എന്തായാലും ഓർക്കാൻ കഴിഞ്ഞു, ചായ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പരിപാടി. അപ്പോൾ ഗായ്സ്, ഈ ഒരു സമയമാകുമ്പോഴാണ് ഈ വീട്ടിലുള്ള എല്ലാ അംഗസംഖ്യകളും വെളിയിൽ ഇറങ്ങുന്നത്. ഇപ്പോൾ അതാണ്ട് ആണെങ്കിൽ ഇവിടെ ഫുള്ളി വൈബാണ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ്, താണ്ടെ ഇന്ന് ഇവിടെ ആണെങ്കിൽ ഇത് ആണെങ്കിൽ താമര വളർത്താൻ വേണ്ടി ഇതാക്കിയതാണ്. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും നിറച്ചില്ലായിരുന്നു. പക്ഷേ ഗൈസ്, ഇന്ന് അമ്മയാണെങ്കിൽ ഓസ് വെച്ചിട്ട് ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ട് ആണെങ്കിൽ അമ്മ ഓഫ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് അമ്മ ഓസ് ഇതിനകത്തെടുത്തിട്ട് പോയി. അപ്പോൾ കുറച്ച് മുമ്പ് ഞാൻ വന്നപ്പോൾ ഇങ്ങനെ കിടക്കാം. അപ്പോൾ ഞാൻ കരുതി ഇവർ അറിഞ്ഞുകൊണ്ട് ഇതാക്കിയായിരിക്കുമെന്ന്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേ ഗൈസ് മനസ്സിലായത് അറിയാ ചെയ്തതാണ്. പക്ഷെ നല്ല രസമുണ്ടല്ലോ. ഹായ് കാണിക്കമ്മ. അമ്മ ഒരു ജാടക്കാരി പുള്ളിക്കാരി, അതുകൊണ്ട് മുഖത്തങ്ങ് എക്സ്പ്രഷൻ ഒന്നും വരത്തില്ല കേട്ടോ. നമ്മൾ നാണക്കാരി, ജാടയെ നാണം ചേർന്നതാ, ചുമ്മാ അതിൻ്റെ പാവ. ഇത് കണ്ടു ഗൈസ്, ഇപ്പം അങ്ങോട്ട് അഴിച്ചു വിട്ടതേ ഉള്ളൂ. നേരെ ഈ പോയിന്റിലോട്ട് തന്നെ വന്ന് അവിടെ ആണെങ്കിൽ ഇവർക്ക് ചോറ് കൊടുക്കും. അപ്പോൾ ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് പേപ്പർ പോലത്തെ പ്ലേറ്റ് പോലത്തെ ഒരു സംഭവമുണ്ട്. അത് തട്ടിയിട്ട് കളഞ്ഞിട്ടുണ്ട്. അതാ അതിൻ്റെ ചോറടക്കം കണ്ട വെള്ളക്കള സംഭവം കിടക്കുന്നുണ്ട് അവിടെ, കണ്ട അത് ചോറാണ്. തട്ടിയിട്ട് കളയും. ഓടി വരുമ്പോഴത്തേക്ക് അത് വരുമ്പോഴത്തേക്കും ഇതാവും. ഭയങ്കര അടിയെല്ലാം കൂട്ടിക്കളന്ന് ഇവരുടെ കൂട് കഴുകാൻ വേണ്ടിയിട്ട് എത്തുമ്പോൾ ഇപ്പം അഴിച്ചു വിട്ടത്. അഴിച്ചു വീഴും, പക്ഷേ എന്നാൽ ഇതിനേക്കാൾ മുമ്പ് അഴിച്ചു വിട്ടുന്നത്. ഇപ്പം കൂട് വൃത്തിയാക്കാൻ വേണ്ടി അഴിച്ചു വിട്ടത് ഇപ്പം. അപ്പം ഗായ്സ്, നിങ്ങൾക്ക് ഞാനിവിടുത്തെ ഗാർഡൻ കാണിച്ചു തരാവേ. പ്രത്യേകിച്ച് അത്രയ്ക്കൊന്നുമില്ല, എന്നാലും നമുക്ക് ഒരു നമ്മുടെ കുഞ്ഞു ഗാർഡൻ, അത്ര വലുതായിട്ടൊന്നുമല്ല, ചെറിയൊരു ഗാർഡൻ. അപ്പോൾ ഞാൻ ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചു തരാം. ഇങ്ങനെ കാണിച്ചാൽ ഒട്ടും കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഗായ്സ്, ഇത് ആണെങ്കിൽ പീനട്ടിൻ്റെ ഇതാണ്. കായെല്ലാം പിടിച്ചായിരുന്നു, ഞങ്ങളത് മൊത്തം നിർത്തും. അതിൻ്റെയാണ്, പീനട്ടിൻ്റെയാണ്. നല്ല റെഡായി വരുമ്പോഴേ തിന്നാൻ സുഖമുള്ളൂ.
പക്ഷെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്, പ്രോട്ടീനുമാണ്. പിന്നെ വേണ്ടേ ഇത് എന്താ തെറ്റിന്നല്ലേ പറയുന്നത്, തെറ്റി. ഇത് ഒരു കളറ്, പിന്നെ വേറെ കളറും ഉണ്ട്, അത് ഞാൻ കാണിക്കാം. ഇതാണ് എന്താ ഫസ്റ്റ് കളറ്. ഇവിടെ 3 കളർ നിൽപ്പുണ്ട്, 4 കളർ നിൽപ്പുണ്ട്. ഞാൻ ഉണ്ടോ ഒന്ന് ഈ ഓറഞ്ച്, അതിനകത്ത് മുട്ട് മാത്രമേ ഉള്ളൂ. ഓറഞ്ച് ആണോ റെഡ് ആണോ? അല്ല, ഓറഞ്ച് മുട്ട് മാത്രമേ ഉള്ളൂ. ഇത് താമര, ഇത് താമരയെന്ന്. ഇത് ഇതൊരു ചെമ്പരത്തിയാണ്, യെല്ലോ ചെമ്പരത്തി. ഈ സംഭവം വിരിഞ്ഞ് വരുന്ന ഇവിടെ കണ്ടോ മുട്ട. ഇതാണ് മഞ്ഞ ചെമ്പരത്തി. ഇനി അതാണ് ഇതാ റെഡ്, കണ്ട. ഇത് ചെറിയ ഒരെണ്ണവാ, ഇതിനേക്കാളും കൂടുതലുള്ളത് അപ്പുറത്ത് നിൽക്കുക. ഇപ്പോൾ ടെക്സ്റ്റ് എക്സാമ്പിളുകളെ കാണിച്ചു, അപ്പുറത്തേയും കാണിച്ചു. അപ്പോൾ ഈ കളറാണ് പിങ്ക് കളറിൽ തെറ്റി. ഓക്കെ. പിന്നെ ആണെങ്കിൽ റെഡ് താഴെ നിൽപ്പുണ്ട്. റെഡ് ഈ താഴത്തിനകത്ത് പോന്നിട്ടില്ല, ഞാൻ കുറച്ചും കാണിച്ചില്ല, അതിലേ ഉള്ളു. അപ്പോൾ എത്ര കളറായി? പിങ്ക്, റെഡ്, പിന്നെ ഏതാണ്ട ഓറഞ്ച്, പിന്നെ ഒരു ഓറഞ്ച് കളറ്, പിന്നെ റോസ് കളർ. അതുകൊണ്ട് കാണാൻ പറ്റുമോ? അത് റോസ്. പിന്നെ എല്ലാ വീടുകളിലും കണ്ടുവരുന്നതാണ് ഈ വെള്ളപ്പൂ. അയ്യോ, എനിക്ക് എത്തുന്നില്ല. ഈ വെള്ളപ്പൂ ഇവിടെയും ഉണ്ട്. ഇവിടെ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വിളക്ക് കത്തിക്കാനാണ്. അതുപോലെ ഗൈസ് ഈ ഫ്ലവർ ഇല്ലയോ, ഇത് എനിക്ക് അതിൻ്റെ പേരൊന്നും അറിയത്തില്ല കേട്ടോ. ഇത് ഞാനാണെങ്കിൽ ശിവക്ഷേത്രത്തിലൊക്കെ ശിവഭഗവാന് മാല കെട്ടി കൊടുക്കുന്നത് കണ്ടുണ്ട്. അല്ലാതെ എനിക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. ഇതിൻ്റെ പേരറിയാവുന്ന താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇങ്ങനെ വരുമ്പോൾ കുറേ ചെടികൾ കാണാം. ഞാൻ പറഞ്ഞില്ലേ ഇപ്പം, അത് ഞാൻ കരുതി ഈ സംഭവം ഈ ചെടി ഇല്ലയോ, ഈ ചെടിയുടെ വേറെ കളറും ഉണ്ട് ഇവിടെ. അപ്പം ഞാൻ കരുതി ഇത് എന്തുപോലെ 2 കളറുണ്ട്, അപ്പോൾ ഇതിൻ്റെ വേറെ ടൈപ്പ് വല്ല ആയിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. അപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ അമ്പലത്തിലൊക്കെ കൊടുക്കുന്നത് കണ്ടത്. അപ്പോൾ എനിക്ക് ഈ വീട്ടിൽ കുറച്ച് ചെടികളൊക്കെ പേരറിയാം. ഇത് മുക്കുച്ചെടി, ഈ സംഭവം ഇത് മുക്കുച്ചി. ഇത് എൻ്റെ അച്ഛൻ്റെ വീട്ടിലിപ്പോൾ പക്ഷേ ഇതെനിക്കറിയത്തില്ല തോന്നുന്നു. പിന്നെ കുറേ ചെടി ഉണ്ട്. ഇവിടെ നിൽക്കുന്ന മുക്കുച്ചെടിയോ ആണ് അങ്ങനെ. പിന്നെ ഈ ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല ഒരു നല്ല കളറായത്, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് സാധനത്തുണ്ട്, നല്ല രസമായത് ഈ ചെടി കാണാൻ, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് പിന്നെ ക്യാച്ചസ്. ഈ ദിവസം എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഫ്രണ്ട് വന്നപ്പോൾ അവിടെ അനിയത്തി വന്നായിരുന്നു. കയറി തുറന്ന് കൈക്കകത്ത് കയറിക്കൊണ്ട് പോയി. അവിടെ കൈ ഞാൻ ഇവിടെ നിന്ന് ഇച്ചിരി മാറി നിൽക്കും, കാരണം ഇത് ആണെങ്കിൽ ആമ്പലിൻ്റെ ആയിരുന്നു. ഇതിട്ട് ചേര വന്ന് വെള്ളം കുടിക്കാറുണ്ട്. സോ അതിൻ്റെ അടുത്ത് മാറി നിൽക്കുക. ഇത് ആണെങ്കിൽ 10 മണി, ഇതെന്തോ ഒരു സാധനം. അപ്പം ഇവിടെ ഇത്രയുമാണ് ഈ ഭാഗത്തായിട്ട് ഫുള്ളി ഞാൻ കാണിച്ചു തരാം. ഇത്രയാണ് ഈ ഭാഗത്തായിട്ട് ഉള്ളത്. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കര ബോറടി. എനിക്കാണെങ്കിൽ ഇപ്പം എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ ഈ പ്രകൃതി ഭംഗി ആസ്വദിച്ച് കഴിയുമ്പോൾ എനിക്ക് കുറച്ച് നേരം ബോറടിക്കും. അതെനിക്ക് എല്ലാ ദിവസവും ഉള്ളതാണ്. അപ്പം ഞാനിങ്ങനെ ഈ പസിൽ ഗെയിം ഒന്ന് കളിക്കും. പക്ഷേ ചില സമയത്ത് എനിക്കങ്ങ് ദേഷ്യം വരും. ഇത് എത്ര നേരം നിങ്ങൾ തന്നെ കണ്ടില്ലേ, കുറേ നേരം ഓരോരുത്തരത്ത് വയ്ക്കും, അല്ല പിന്നെ അവിടെ താഴെ മൂവ്സ് പോകുക അതിനനുസരിച്ച്. അതുകൊണ്ട് എനിക്ക് ഞാൻ സമയത്ത് ബോറടിക്കും. അതുകൊണ്ട് ഞാനത് കുറച്ച് നേരം കളിച്ചതേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ വിളക്ക് കത്തിക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളായി. ഞാൻ മീൻ കഴിച്ചുകൊണ്ട് തന്നെ ഞാൻ കത്തിച്ചില്ല. പക്ഷേ ഞാൻ അമ്മൂമ്മ കത്തിച്ചുകൊണ്ട് നിന്നപ്പോൾ ഞാനാണെങ്കിൽ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു നിന്നു. ഞങ്ങളെപ്പോഴും വിളക്ക് കത്തിക്കുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യുന്നതായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇന്നങ്ങ് വിട്ടുപോയി. അപ്പം വിളക്ക് ഒരു തിരി കത്തിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് ആണെങ്കിൽ കത്തിച്ച് ഇതാക്കും. ഞങ്ങളിവിടെ എപ്പോഴും അങ്ങനെ, കാരണം പിന്നെ വിളക്ക് കത്തിച്ച് കഴിയുമ്പോൾ വിളക്കിൻ്റെ വെട്ടവേ തിണ്ണയ്ക്ക് നിൽക്കാനുള്ളതൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ വിളക്ക് കത്തിച്ച് കഴിയുമ്പോൾ പിന്നെ തിണ്ണയ്ക്ക് ലൈറ്റ് ഇടാത്തത്. അതങ്ങോട്ട് ലൈറ്റ് ഇടും. വിളക്ക് കത്തിക്കുന്ന സമയത്ത് നമ്മൾ ലൈറ്റ് ഇടരുത്. അങ്ങനെ ഇവിടെ അങ്ങനെ ഇവിടെ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ചന്ദനത്തിരി കത്തിച്ചു. ചന്ദനത്തിരി ആദ്യം കത്തിയില്ല, രണ്ടാമത് കത്തിച്ചപ്പോൾ പിന്നെ എല്ലാം കത്തി നല്ല ഒരു ചന്ദനത്തിരിയുടെ മണമൊക്കെ വന്നപ്പോഴത്തേക്ക് വിളക്ക് കത്തിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ പാട്ട് കേൾക്കുന്ന ദിവസം ഒരിതാണ്. ഈ പാട്ട് തന്നെയല്ല, എല്ലാ ദിവസവും ഓരോ പാട്ടുകൾ കേൾക്കും. അത് വല്ലാത്തൊരു ഫീലാണ്. വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് ഇത് ചെയ്യുന്നത് വെച്ചാൽ ഈ കട്ടൻ പിടിച്ചില്ല. അമ്മയുടെയും ചുമ്മാ വലിക്കൊക്കെ കിട്ടില്ല. അതുകൊണ്ട് ഈ കട്ടൻ പിടിച്ചിട്ട് കഴിഞ്ഞാൽ എൻ്റെ മൈൻഡ് സെറ്റാവും.
ഗൈസ്, നമ്മുടെ ഈവനിങ് റുട്ടീൻ ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഇനി ഞാനാണെങ്കിൽ കുറച്ച് നേരം ടി വി കാണും, പിന്നെ ഫുഡ് കഴിക്കും, പിന്നെയും ടി വി കാണും, എന്നിട്ട് വന്നിട്ട് ഉറങ്ങും. അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.